ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. സോ ഇന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് പോകുന്നത് ഡോക്ടർ ഷോൺ എന്ന് പറഞ്ഞ ജാപ്പനീസ് ആനിമി TV സീരീസിന്റെ സീസൺ 1 രണ്ടാമത്തെ എപ്പിസോഡാണ്. ഡോക്ടർ ഷോണിന്റെ ഫസ്റ്റ് എപ്പിസോഡ് നിങ്ങൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയുള്ള ഒരു സപ്പോർട്ട്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോക്ക് എപ്പോൾ 100 ലൈക്ക് ആകുന്നു അന്നേരം ഞാൻ അടുത്ത എപ്പിസോഡ് അപ്ലോഡ് ചെയ്യുന്നത്. ചാനൽ പുതുതായിട്ട് കാണുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ജസ്റ്റ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ വീഡിയോക്ക് ലൈക്ക് തന്നേക്കാം. നമുക്ക് നേരെ എക്സ്പ്ലനേഷനിലേക്ക് തൈജു ആണെങ്കിൽ തന്റെ കാമുകിയെ പ്രപ്പോസ് ചെയ്യാൻ വേണ്ടി പോകുന്ന സമയത്ത് ഒരു ഗ്രീൻ ലൈറ്റ് പോലത്തെ ഒരു സാധനം വന്നിട്ട് ആ വേൾഡിലുള്ള എല്ലാ ആൾക്കാരെയും ജോണാക്കി മാറ്റുകയാണ്. ഒരുപാടധികം വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ തൈജു ആണെങ്കിൽ ആ കല്ലിൽ നിന്ന് വെളിയിലേക്ക് വരികയാണ്. തൈജു മാത്രമല്ല, സേക്കു കല്ലിൽ നിന്ന് പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു. സെക്കൻഡുകളൊക്കെ എണ്ണി അവർ ഒരുപാടധികം നൂറ്റാണ്ടുകൾ കടന്നെന്ന് അവർക്ക് മനസ്സിലാകുകയാണ്. നമ്മുടെ സേക്കു ആണെങ്കിൽ ഒരു മാജിക്കൽ ഫ്ലൂയിഡ് ഉണ്ടാക്കിയിട്ട് ആ കല്ലിന്റെ അതിലെ ആൾക്കാരെ പുറത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുകയാണ്. മാജിക്കൽ ഫ്ലൂയിഡ് ഫൈനലി വർക്ക് ആകുകയും ചെയ്യുന്നു. ഈ സമയത്ത് തന്നെ ഈ ഫ്ലൂയിഡ് വർക്ക് ആയതുകൊണ്ട് തന്നെ അവരെല്ലാവരും ഒരുപാടധികം സന്തോഷം. എന്റെ വെപ്പൺ സയൻസ് ആണ് സേക്കു പറയുകയാണ്. സേക്കുവിനോട് ചോദിക്കുകയാണ്, ആരെയാണ് നമ്മൾ ആദ്യം റിവൈവ് ചെയ്യാൻ വേണ്ടി പോകുന്നത്? സേക്കു പറയുകയാണ്, അതൊന്നും എനിക്ക് അറിയത്തില്ല, ആരെ വേണമെങ്കിലും റിവൈവ് ചെയ്യാം. അങ്ങനെ നമ്മുടെ തൈജു സെലക്ട് ചെയ്യുന്നത് നമ്മുടെ ന്യൂസിറിയനെയാണ്. അങ്ങനെയാണെങ്കിൽ അവർ രണ്ടുപേരും കൂടെ ന്യൂസിറിയനെ തിരിച്ച് ഹ്യൂമൻ ആക്കാൻ വേണ്ടി അവർ അങ്ങോട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കുന്ന സമയത്ത് മീൻ ഒരു ഫ്ലഷ് ആയിട്ടാണ് തിരിച്ചു വരുന്നത്. തന്നെ ഈ ലിക്വിഡ് ഒഴിച്ചാൽ ആ ആളിന് ജീവനോട് വരണമെന്ന് ഉറപ്പൊന്നുമില്ല. അവർ രണ്ടുപേരും അവിടെ കിടന്ന് അടി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ തൈജു ആണെങ്കിൽ ന്യൂസിറിയനെ രക്ഷിക്കാൻ വേണ്ടി ആ മരത്തിലേക്ക് കയറുകയാണ്. എന്നിട്ട് ആ ലിക്വിഡ് ഒഴിക്കാമെന്ന് പറഞ്ഞ് ചിന്തിക്കുന്ന സമയത്ത് നേക്കഡായിട്ടായിരിക്കുമല്ലോ വരുന്നത്. അത് നീ നോക്കാൻ പാടില്ലെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സേക്കുവിന്റെ കണ്ണ് കുത്തി പൊട്ടിക്കുകയാണ്. തെണ്ടി, നീ എന്ത് പരിപാടിയാണ് കാണിക്കുന്നത്? നമ്മുടെ സേക്കു ചോദിക്കുന്നുണ്ട്. നേക്കഡായിട്ട് വരാൻ നേരത്തെ നീ അത് കാണാൻ വേണ്ടിയല്ലടാ ഇവിടെ ഇരിക്കുന്നത്. അയ്യേ, എനിക്ക് അതൊന്നും കാണണ്ടാ. നീ ഇവളെ കാണാത്ത രീതിയിലുള്ള ഒരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ഞാൻ ഇവളെ തിരിച്ച് ഹ്യൂമൻ ആക്കിക്കോളാമെന്ന് നമ്മുടെ തൈജു പറഞ്ഞിട്ട് അവളെ പൊക്കൊണ്ട് പോയി തന്നെയായിരുന്നു. സേക്കുവിന്റെ പുറകിൽ എന്തോ വരുന്നത് പോലെ സേക്കുവിന് തോന്നുന്നത്. നമ്മുടെ തൈജു പറഞ്ഞ് തിരിഞ്ഞ് പുറകിലോട്ട് നോക്കുന്ന സമയത്താണ് അവർ കാണുന്നത് അത് വേറൊന്നുമല്ല, ഒരു സിംഹമായിരുന്നു. കണ്ടുടനെ അവർ കണ്ടം വരി ഓടുകയാണ്. ഈ സ്ഥലത്ത് നേരത്തെ സൂ ആയിരുന്നു നമ്മുടെ സേക്കു പറയുന്നുണ്ട്. കാലത്താണെങ്കിലും ഫുഡ് ചെയിൻ തുടരുമെന്നും നമ്മുടെ സേക്കു പറയുകയാണ്. ഇവരെ ചേസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇവരൊരു മലയുടെ മണ്ടയ്ക്കൊന്ന് താഴേക്ക് ചാടുകയാണ്. സിംഹം ഇപ്പോഴും അവരുടെ പുറകെ പോകുന്നുണ്ട്. സോ അവർ കണ്ട വരി വിട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സേക്കുവിനും എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, നമ്മുടെ തൈജുവിനും എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. തന്നെ ന്യൂസൂരിയനെ നമ്മുടെ സേക്കുവിന്റെ കൊടുത്തിട്ട് നമ്മുടെ തൈജു ആണെങ്കിൽ നല്ല രീതിയിൽ തന്നെ ഒരു ബ്രെയിൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ നീ ജീവിച്ചേ, നീ അവളെ ഞാൻ നിന്നെ പ്രൊട്ടക്ട് ചെയ്തോളാം. അത് പറ്റത്തില്ല, എനിക്ക് ഒറ്റയ്ക്ക് ഇതൊന്നും ചെയ്യാൻ വേണ്ടി സാധിക്കത്തില്ല. എനിക്ക് നിന്റെ സ്ട്രെങ്തും ആവശ്യമാണ്. നീ ഒരുപാടധികം സ്ട്രോങ് ആണെന്ന്, പക്ഷെ നീ ഫൈറ്റിൽ വളരെയധികം വീക്ക് ആണെന്നും എനിക്കറിയാം. പക്ഷെ നിനക്ക് ഫൈറ്റ് ചെയ്യാൻ അറിയത്തില്ല. അതുകൊണ്ട് ഞാൻ നിന്നെ ഒരിക്കലും ഇവിടെ വിട്ടിട്ട് പോകത്തില്ല. പിന്നെ സ്ട്രോങ് ആയിട്ടുള്ള ഒരാളുണ്ട്, അവന്റെ പേര് സിഗട്സു എന്നാണ്. സൂര്യ എന്നോട് ക്ഷമിക്കുക, അടുത്ത തവണ നിന്നെ ഉറപ്പായിട്ട് ഹ്യൂമൻ ആക്കി മാറ്റാൻ വഴിയില്ലാത്തത് കൊണ്ട് തന്നെ അവർ സിഗട്സുവിനെ ഹ്യൂമൻ ആക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ലിക്വിഡ് സിഗട്സുവിന്റെ തന്നെ അവരുടെ ചുറ്റും സിംഹം വളഞ്ഞിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെയായിരുന്നു ആ കല്ലെല്ലാം പൊട്ടിച്ചുകൊണ്ട് നമ്മുടെ സിഗട്സു അങ്ങോട്ട് വരുന്നുണ്ട്. ഇതേതാ സമയം? ഇത് കേട്ട സേക്കു ആണെങ്കിൽ അവനോട് പറയുകയാണ്, സിറ്റുവേഷൻ കുറച്ച് മോശമാ, ബാക്കി കാര്യങ്ങൾ നിന്നോട് പിന്നെ പറയാം. ഓക്കെ, ഈ കാര്യങ്ങളെല്ലാം ഞാൻ നോക്കിക്കോളാമെന്ന് സുഗട്സു പറയുകയാണ്. കണ്ടുടനെ സിംഹം എല്ലാം പേടിച്ചോടിക്കൊണ്ടിരിക്കുകയാണ്. കൈ ഉപയോഗിച്ചുകൊണ്ട് തന്നെ സിംഹത്തിനെ എല്ലാത്തിനെ ഡിഫീറ്റ് ചെയ്തു. നിങ്ങൾ എന്നെ പുറത്തു കൊണ്ടുവന്നതിന് നന്ദി, ഞാൻ ഇതിൽ കടപ്പെട്ടിരിക്കും. അവസാനം വരെ ഞാൻ പ്രൊട്ടക്ട് ചെയ്തിരിക്കും പറയുകയാണ്. സോ ഇതേ സമയം തന്നെ ഇത് വളരെയധികം നല്ലതാണെന്ന് നമ്മുടെ തൈജു പറയുകയാണ്. നല്ലതല്ലെന്ന് നമ്മുടെ സേക്കു പറയുകയാണ്. തരത്തിൽ തന്നെ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ളത് അവനെ വരെ അവൻ കൈ ഉപയോഗിച്ച് കൊന്നു. അതുകൊണ്ട് തന്നെ ഇവൻ വളരെയധികം അട്രാക്റ്റീവ് ആയിട്ടുള്ള ആളുമാണ്. സൂര്യ, ഇവളെ അത് ശരിയാവത്തില്ല സേക്കു. ഷാർപ്പായിട്ടുള്ള എന്തെങ്കിലും സാധനമുണ്ടോ ഇതിനെ നമുക്ക് കഴിക്കാൻ വേണ്ടി സാധിക്കും? സിംഹത്തിനെ കഴിക്കണമെന്നാണോ പറയുന്നത് നമ്മുടെ തോജി ചോദിക്കുകയാണ്. സോ ഇത് കേട്ട സേക്കു പറയുകയാണ്, കഴിക്കാം, അത് കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, ഞാൻ കഴിച്ചത് അവിടെ. നമ്മൾ ഒരു റിസോഴ്സസ് പോലും വേസ്റ്റ് ചെയ്യാൻ വേണ്ടി പാടില്ല എന്ന് നമ്മുടെ സുഗട്സു പറയുകയാണ്. നമ്മുടെ തൈജു ഇവൻ നല്ലവരാണെന്ന് പറഞ്ഞ് കിടന്ന് അലക്കുകയാണ്. സേക്കുവാണെങ്കിൽ ഒരു ഷാർപ്പായിട്ടുള്ള ഒരു സാധനം അവന് കൊടുക്കുകയാണ്. പറഞ്ഞത് ശരിയാ, നമ്മൾ ഒരു റിസോഴ്സസ് വേസ്റ്റ് ചെയ്യാൻ വേണ്ടി പാടില്ല. സുഗട്സു ആണെങ്കിൽ ആ സിംഹത്തിനെ മുറിക്കുകയാണ്. നിങ്ങൾ രണ്ടുപേരും കൂടെ ചേർന്നാണ് ഇത് പണിഞ്ഞ് എന്ന് നമ്മുടെ സുഗട്സു ചോദിക്കുന്നു. സേക്കു ആണ് പണിഞ്ഞത്. വളരെയധികം ബുദ്ധിമാനാണെന്ന് നമ്മുടെ തൈജു പറയുകയാണ്. നിങ്ങൾക്ക് എന്ത് ഹെൽപ്പ് വേണമെങ്കിലും അത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്തു. സേക്കു എന്ന് വളരെയധികം ആറ്റിറ്റ്യൂഡ് ആയിട്ട് നമ്മുടെ സേക്കു പറയുകയാണ്. തൈജു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ തൈജു ഷെയ്ക്കാനും കൊടുക്കുകയാണ്. കഴിക്കുന്നത് നമ്മുടെ സിഗട്സു ചോദിക്കും. പിന്നെ റാബിറ്റിന്റെ മീറ്റ് അങ്ങനെയൊക്കെയാ കഴിക്കുന്നത് എന്ന് നമ്മുടെ സേക്കു. പച്ചക്കറി ഒന്നും കഴിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സിഗട്സു ഒരു ഹണ്ടിങ്ങിന് തന്നെ പോവുകയാണ്. നിങ്ങളൊക്കെ എടുത്തിട്ട് കീറുന്നുണ്ട്. പ്രൊട്ടക്ഷൻ അതുപോലെ തന്നെ ഹണ്ടിങ്, ആ കാര്യങ്ങളെല്ലാം ഇനി ഞാൻ നോക്കിക്കോളാം വിഷയമാണെന്ന് നമ്മുടെ തൈജു പറയുകയാണ്. ഇത് ഇവിടെ വെച്ച് കുക്ക് ചെയ്യുകയാണ്. മൈക്രോ ബാക്ടീരിയസ് ഒക്കെ പോകാൻ വേണ്ടി ഞാൻ സ്മോക്ക് ചെയ്യുന്നു സേക്കു പറയുകയാണ്. ഞാനും സേക്കും കൂടെ ചേർന്നാൽ ഫുഡിന്റെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ നോക്കിക്കോളാമെന്ന് സിഗട്സു പറയുകയാണ്. ഇതേ സമയത്ത് തന്നെ ഒരു പാറ തന്നെ അടിച്ചു പൊട്ടിക്കുകയാണ് നമ്മുടെ സിഗട്സു. സമയത്ത് അവിടെ ഒരു പെൺകുട്ടി സ്റ്റാച്ചു കിടപ്പുണ്ടായിരുന്നു. ഞാൻ നിങ്ങളെ പേടിപ്പിച്ചേനെ, ഇതിവിടെ കിടക്കുന്ന കണ്ടു, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. അവരെ രക്ഷിക്കാൻ വേണ്ടിയാണ് നോക്കുന്നത്. ഇവൻ ഉറപ്പായിട്ടും നല്ലവൻ തന്നെയാണെന്ന് നമ്മുടെ സേക്കു തൈജുവിനോട് പറയുകയാണ്. കാര്യത്തിൽ നിന്ന് നമ്മുടെ സേക്കു പറയുന്നു ഭക്ഷണമൊക്കെ കഴിക്കുകയാണ്. മോഡേൺ
മോഡേൺ സിവിലൈസേഷന് ഏറ്റവും പ്രധാനപ്പെട്ട സാധനം എന്താണെന്ന് നമ്മുടെ സേക്കു ചോദിക്കുന്നു. അത് മൊബൈൽ ഫോൺ കണ്ടുപിടിച്ച് പുന്നാര മോനെ അടിച്ചിന്റെ കിണ്ടി പറക്കി നീ ഒന്ന് സംസാരിക്കുന്നത് നമ്മുടെ സുക്കാട്സു ചോദിക്കുന്നു. അതുമല്ലെന്ന് പറയുന്നു. നമുക്കിപ്പോൾ പ്രധാനമായിട്ട് വേണ്ട ഒരു സാധനം കാൽഷ്യം കാർബണേറ്റ് ആണ്. ഇവിടെ അത്ലറ്റിക്സ് കളിക്കാൻ പോകുകയാണോ എന്ന് നമ്മുടെ തൈജു സേക്കുവിനെ കളിയാക്കി ചോദിക്കുന്നു. കേട്ട് ദേഷ്യം വന്ന് നമ്മുടെ സേക്കു നിന്റെ വായ ഒന്ന് അടച്ചു വെക്കാമോ എന്ന് ചോദിക്കുന്നു. കാൽഷ്യം കാർബണേറ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഒരേ ഒരു സാധനമേ ഉള്ളൂ, അതാണ് സീഷെൽസ്. ഇത് യൂസ് ചെയ്ത് നമുക്ക് കാൽഷ്യം കാർബണേറ്റ് ഉണ്ടാക്കാൻ പറ്റും. ഇത് തന്നെ നമ്മുടെ സേക്കു അത് പോയി കളക്ട് ചെയ്യുകയാണ്. സോ അത് പൊടിച്ചിട്ട് കാൽഷ്യം കാർബണേറ്റ് ഉണ്ടാക്കിയിട്ട് നമുക്ക് 4 കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി സാധിക്കും. അത് തന്നെ നമുക്ക് ചെടിക്ക് വളമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി ഉപയോഗിച്ച് നമുക്ക് സിമെന്റ് ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും. കടലിലുള്ള സീ ബീൽസും കൂടി ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതിനെ ഒരു സോപ്പായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും. മുഖ്യമാണ് ഡോക്ടർ സേക്കു. നിങ്ങളെ പോലെ ഇത്രയധികം അറിവുള്ള ഒരാളെ ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. സുഗാട്സു സേക്കുവിനോട് പറയുകയാണ്. സോ ഇത് കേട്ട് കേട്ടിട്ട് നമ്മുടെ സേക്കു സുഗാട്സുവിനെ വലിയ രീതിയിലൊന്നും മൈൻഡ് ഒന്നും ചെയ്യുന്നില്ല. ഇതിനെ പോലെ ബലശാലിയായിട്ടുള്ള ഒരാളെ ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലെന്ന് നമ്മുടെ സേക്കു പറയുന്നു. എനിക്ക് എപ്പോഴും നിന്നോട് മര്യാദ മാത്രമേ കാണത്തുള്ളൂ, എനിക്ക് നിങ്ങളോട് റെസ്പെക്ട് ആണുള്ളത്. സുഗാട്സു പറയുകയാണ്. ഷെൽസ് മുഴുവൻ കളക്ട് ചെയ്തെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ തൈജു അങ്ങോട്ട് വരും. സേക്കു നീ പറഞ്ഞത് ഇത് വെച്ച് 4 കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്ന്. ആ 4ാമത്തെ കാര്യം എന്തുവാണ്? ഞാൻ 3 കാര്യമെന്നാണല്ലോ പറഞ്ഞേ എന്ന് നമ്മുടെ സേക്കു പറയുന്നു. നമ്മുടെ സുഗാട്സുവും തൈജു ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഒന്നുകൂടെ നോക്കുന്ന സമയത്ത് നമ്മുടെ സുഗാട്സു ഉണർന്ന് കിടക്കുകയാണ്. അടുത്ത ദിവസം നമ്മുടെ തൈജു പോയിട്ട് ഒരുപാടധികം ഷീസെൽസ് കളക്ട് ചെയ്യുകയാണ്. ഈ കടൽ ഇത് എന്റേതാണെന്ന് പറയാൻ വേണ്ടി ഇവിടെ ആരുമില്ല. ദിവസം ഒരു കൊച്ചുകുട്ടി തന്റെ അനിയത്തിക്ക് വേണ്ടി ഷീസെൽസ് വെച്ച് ഒരു മാല ഉണ്ടാക്കാൻ വേണ്ടി ഷീസെൽസ് കളക്ട് ചെയ്യാൻ വേണ്ടി വന്നു. എന്നാൽ അവിടെ ഉണ്ടായിരുന്ന ഒരാൾ ഇത് എന്റെ സ്ഥലമാണ്, ഇവിടെ വന്ന് നീ ഒന്നും ചെയ്യാൻ പാടില്ലെന്ന് പറഞ്ഞിട്ട് അവനെ അടിച്ച് തറയിലിട്ടു. പാവം കുട്ടിക്ക് ഒരുപാടധികം മുറിവുകൾ ഉണ്ടായി ആ മനുഷ്യൻ കാരണം എന്ന് പറഞ്ഞിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു സ്റ്റാച്ചുയുടെ തല തന്നെ അടിച്ചു പൊട്ടിക്കുന്നു. നിനക്കും അറിയാം നീ ഇപ്പൊ ചെയ്തത് ഒരു മർഡർ ആണെന്ന്. സേക്കു എല്ലാവരും തിരിച്ചു വന്ന സ്ഥലമാണ്, അത് നിന്റെ സ്ഥലമല്ല, മറ്റേതും എന്റെ സ്ഥലമായിരിക്കും. അതുകൊണ്ട് തന്നെ എങ്ങായിട്ടുള്ള പ്യൂർ ഹാർട്ടഡ് ആയിട്ടുള്ള ആൾക്കാരെ മാത്രം നമുക്ക് കൊണ്ടുവന്നാൽ മതി. എർത്തിനെ തന്നെ പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടി എർത്ത് തന്നൊരു ചാൻസ് ആണ്. ഇതുകൊണ്ട് തന്നെ നമ്മളത് യൂസ് ചെയ്ത് തീരും. തിരിച്ചു വന്ന ഈ ലോകത്തിനെ മൊത്തത്തിനെ നശിപ്പിക്കും എന്ന് പറഞ്ഞിട്ട് അവനെ അടിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് നമ്മുടെ സേക്കു വന്ന് അവനെ തടുക്കുകയാണ്. തിന്മ ഞാൻ അതൊന്നും നോക്കാൻ വേണ്ടി പോകുന്നില്ല, ഞാൻ സയൻസ് യൂസ് ചെയ്തിട്ട് ഈ ലോകത്തിലുള്ള എല്ലാ ആൾക്കാരെയും രക്ഷിക്കും എന്ന് നമ്മുടെ സേക്കു അവനോട് പറയുകയാണ്. ഡോക്ടർ സ്റ്റോൺ എന്ന് പറഞ്ഞ ജാപ്പനീസ് ആനിമി TV സീരീസിന്റെ സീസൺ 1 2ാമത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു. കട്സു പറഞ്ഞ കാര്യത്തിൽ ന്യായമുണ്ട്. കാരണം ബാക്കിയുള്ള ഹ്യൂമൻസ് വന്ന മറ്റേത് എന്റെ സ്ഥലം ഇത് നിന്റെ സ്ഥലം എന്ന് പറഞ്ഞ് അടിയൊക്കെ ഉണ്ടാക്കി വീണ്ടും ഒരു വലിയ വാർ തന്നെ ഉണ്ടാവാൻ വേണ്ടിയുള്ള സാധ്യതയുണ്ട്. ഇക്വാളിറ്റി, പുവർ പീപ്പിൾ, റിച്ച് പീപ്പിൾ, ഈ കാര്യങ്ങളെല്ലാം മാറി മാറി. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു വലിയ വാർ തന്നെ ഉണ്ടാവും. അതുകൊണ്ടാണ് നമ്മുടെ സുഗാട്സു അങ്ങനെ പറഞ്ഞത്. എന്തൊക്കെയാണെങ്കിലും നിങ്ങൾക്ക് ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടപ്പെടുന്നു ഞാൻ വിചാരിക്കുന്നു. എപ്പിസോഡിന് കിട്ടിയ സപ്പോർട്ട് പോലെ തന്നെ ഈ എപ്പിസോഡിന് കിട്ടിയാലേ ഞാൻ നെക്സ്റ്റ് വീഡിയോ പോസ്റ്റ് ചെയ്യത്തുള്ളൂ. സോ നിങ്ങൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്ക്, അതുപോലെ വീഡിയോക്ക് ലൈക്ക് തന്നേക്ക്. സോ ഞാൻ വേറെ ഒന്നും ഇല്ല പറയാൻ വേണ്ടി. സോ നിങ്ങൾക്ക് ഈ ആനിമി ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് കമന്റ് ചെയ്തേക്ക്. അപ്പോൾ അടുത്ത ദിവസം കാണാം.